ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. അതുപോലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈദ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അതിലൊരു ദിവസം നമ്മൾ പുറത്തോട്ട് പോയപ്പോൾ കണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടിരിക്കുന്നത്. ഇത് അബുദാബി നഗരത്തിൽ തന്നെയുള്ള ഒരു ലേക്ക് പാർക്കാണ്. ലേക്ക് പാർക്ക് എന്ന് തന്നെ പേര് വരാൻ തന്നെ കാരണം അതിൻ്റെ നടുവിലൂടെ ചെറിയൊരു ലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അരയണങ്ങളും അതിൻ്റെ മക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള വ്യൂ. ഒരു സൈഡിൽ എന്താ പറയുക, വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മറു സൈഡ് കോർണിഷ് ഏരിയയാണ്. ഇതിൻ്റെ നടുക്കിലാണ് നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട അരയണങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഈദ് ഹോളിഡേയ്സ് ആയ കാരണം പാർക്കിൽ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, കുറേ തീറ്റയും ഒക്കെ ഇട്ട് കൊടുത്ത് ആൾക്കാരെ അവരെ അടുത്തേക്കൊക്കെ വിളിച്ച് മാടിയൊക്കെ വിളിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാം. കണ്ട രണ്ട് കുഞ്ഞ് ബേബീസൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കാനുള്ള പ്ലാൻ ഇട്ടു പാർക്കിൽ. അപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരിയപ്പനും ഏണസ്റ്റും കൂടി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് നോക്കുകയാണ് കയ്യിൽ പിടിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ അതിനുള്ള ചാൻസ് ഒന്നുമില്ല. അതിൻ്റെ വഴിക്ക് അതിനെ കൂട്ടിലാക്കിയ പോലെ അത് വീണ്ടും ആ ലേക്കിലോട്ട് തന്നെ പോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയം എന്ന് പറയുകയാണെങ്കിൽ ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ചൂട് തുടങ്ങിയ കാരണം ഇരുട്ടാവുന്നത് ഭയങ്കര സാവധാനമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് അങ്ങനെ വാസമുറപ്പിച്ചു. അതാണ് കോർണിഷിൻ്റെ ഏരിയയിലുള്ള റോഡാണ്, മെയിൻ റോഡാണത്. അപ്പോൾ അവിടെ ഇന്ന് ഈദ് പ്രമാണിച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇരുട്ടാവുമ്പോൾ കാണാം. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ അതും കൂടി കാണാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റും കുര്യപ്പനും എന്താ പറയുക, അവിടെ ഉരുണ്ടുകളിയും മറിഞ്ഞുകളിയൊക്കെയാണ്. അപ്പോൾ അവർ നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുരിയപ്പൻ കാരണം ഞങ്ങളൊരു മലയാളി ഫാമിലീനെ പരിചയപ്പെട്ടു കേട്ടോ. കാരണം അവരുടെ മക്കളുടെ കയ്യിൽ ബബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ മേലേക്ക് ബബിൾസൊക്കെ പറത്തി വിട്ട് അവരും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുരിയപ്പന ഒരു മോഹം അത് വീണ്ടും ഊതി പറപ്പിക്കണമെന്ന്. അപ്പോൾ അവരവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി വന്നിട്ട് വീണ്ടും കുരിയപ്പൻ്റെ കയ്യിൽ കൊടുത്ത് ഒന്ന് ഊതിക്കോ പറത്തി വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കാണിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവനത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ലാസ്റ്റത്തെ റൗണ്ടിൽ കുര്യപ്പനെ കൊടുത്തപ്പോൾ കുര്യപ്പൻ അതുമായിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ അത് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലനെ വീട്ടിൽ പോവാം എന്നുള്ള ഒരു ഐഡിയയിലായി. പിന്നെ ഈ പാർക്കിൽ വേറൊരു പ്രത്യേകതയാണ്, ഈ പാർക്കിൽ തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാം. ഇതാ കാണുന്നതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. ഇതാണ് ആ ഫൗണ്ടൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട്. ബാച്ചിലേഴ്സും ഫാമിലീസും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്നൊന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ ബ്രിഡ്ജ് എന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ തെളിഞ്ഞു. നല്ല ഭംഗിയാണ് കേട്ടോ ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ജാങ്കോ പണിപാളി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങോട്ട് നടന്നു വരുമ്പോഴും അവിടെ സെക്യൂരിറ്റിക്കാരൻ അവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് തിരിച്ച് വീണ്ടും ഞങ്ങൾ പാലിറങ്ങി വീണ്ടും കറങ്ങി തിരിച്ച് ഇവിടെ എത്തി. ഈ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഏണസ്റ്റും കുര്യപ്പനൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. ഞങ്ങൾ വരണ വരെ അവരവിടെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തിയതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഈദ് പ്രമാണിച്ച് കോർണിഷ് ഏരിയ ഫുള്ള് ലൈറ്റാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലൈറ്റ് കാണാൻ തന്നെ. നമുക്ക് കാറിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
പിന്നെ ഈ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ വെറൈറ്റി ഡിസൈൻസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാല പോലെ ഇങ്ങനെ തൂക്കിയിട്ടതിൻ്റെ ഇടയിലൊക്കെ അത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഈ ലൈറ്റുകളെല്ലാം സൈഡിൽ വെച്ചിട്ടുള്ള ലൈറ്റുകളും അതുപോലെ ഇത് മേലെ ഇങ്ങനെ മാല പോലെ തൂക്കിയിട്ട ലൈറ്റിനും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ലൈറ്റ് ആവില്ല ഇപ്രാവശ്യം കാണുക. അങ്ങനെ നല്ലോണം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നമ്മുടെ പാലസിൻ്റെ അവിടെ നിന്നൊക്കെ തൊട്ട് തുടങ്ങിയിട്ട് കോർണിഷിൻ്റെ ഏതാണ്ട് അവസാനിക്കുന്ന ഭാഗം വരെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുന്ന് അറ്റം വരെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. ബൈ.